ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം ബെൻഡുകളാണ്, ഏതൊക്കെ പ്രൊഡക്ട്സുകളാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസാണ്, അതുമാത്രമല്ല ഏതൊക്കെ സ്റ്റീലിൻ്റെ ബോക്സുകളാണോ PVC ബോക്സുകളാണോ, 4 ജംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിന് കൂടാതെ ഇൻസുലേഷൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ എന്തിനാണ്, പിന്നെ വയർ എന്തിനാണ്, ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇത് നമ്മൾ 25 mm ബെൻഡാണ് യൂസ് ചെയ്യുന്നത്. 25 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് ബെൻഡ്, അതായത് വയറിങ്ങിൻ്റെ മെഷർമെൻറ്റ് വരുമ്പോൾ 25 mm എന്ന് പറയും. അതാണ് പൈപ്പ് വരുന്നത് 25 mm. 1 ഇഞ്ച് പൈപ്പായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്, വയറിങ്ങിൽ കൂട്ടുന്നത്. അതുപോലെ തന്നെ 2 പൈപ്പ് വരുന്നുണ്ട്, 25 വരുന്നുണ്ട്, 20 വരുന്നുണ്ട്, പിന്നെ 16 mm വരുന്നുണ്ട്. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത് 25 mm ബെൻഡ് ഉപയോഗിക്കുന്നത്, ബെൻഡും അതുപോലെ തന്നെ പൈപ്പ് ഉപയോഗിക്കുന്നത് മെയിൻ സർക്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് 25 mm ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ബെൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബെൻഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും കോർണർ വരുന്ന സ്ഥലങ്ങളിൽ ബെൻഡാണ് യൂസ് ചെയ്യുന്നത്. എൽബോ ഉപയോഗിക്കാറില്ല, കാരണം വയറിങ്ങിന് എൽബോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയർ വലിച്ചാൽ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ബെൻഡുകളാണ് യൂസ് ചെയ്യുന്നത്, വളരെ ഫ്രീ ആയിട്ട് കയറിപ്പോകണം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് 20 mm ബെൻഡാണ്. ഇത് നിങ്ങൾ വലിപ്പ വ്യത്യാസം കണ്ടറിയാൻ പറ്റും. അതായത് 20 mm ബെൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറുതായിരിക്കും. 25 നമ്മൾ നേരത്തെ പറഞ്ഞാൽ വലുതാണ്. 25 അതായത് 20 mm ബെൻഡ് അത്യാവശ്യം വേണ്ട സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. മെയിൻ സർക്യൂട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോയി 25 mm. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ ലീഡുകൾ, ലൈറ്റിൻ്റെ ലീഡുകൾ, ഇതെല്ലാം കൊണ്ടുപോകുന്നത് 20 നമ്മൾ കൊണ്ടുപോകുന്നത്. അതായത് ചെറിയ ബെൻഡ് ഉപയോഗിച്ചിട്ടുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് മെയിനായിട്ട് വരുന്ന ലീഡുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. മെയിൻ സർക്യൂട്ട് 25 mm. ഇനി അതല്ല, ചെറുതും കൂടി ഒരെണ്ണം കൂടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പൈപ്പ് നമ്മൾ കാണുന്നത് 20 mm പൈപ്പും 25 mm പൈപ്പും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ചെറിയ പൈപ്പും വലിയ പൈപ്പും, ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 16 mm പൈപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ പൈപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ പൈപ്പ് ഉപയോഗിക്കുന്നത് 16 mm പൈപ്പാണ്. അതായത് ഏറ്റവും ചെറിയ രീതിയിൽ യൂസ് ചെയ്യുന്നത് വയറിങ്ങിന് ഉപയോഗിക്കുന്നത്. അതായത് 25, 20, പിന്നെ 16, അങ്ങനെയുള്ള 3 പൈപ്പുകളും 3 ബെൻഡുകളുമാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതെല്ലാം ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതായത് ഇന്നത്തെ കാലത്ത് സോളിഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണി അടിച്ചാൽ മാത്രമേ അതിൻ്റെ അകത്ത് കയറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണികളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണി വരുന്നത്. 2 ഇഞ്ച് ആണിയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ചെങ്കല്ല് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് നമുക്ക് പട്ടികാണി മതിയോ, അത് സാധാ ആണി മതിയോ? ഇത് സോളിഡ് ആണ്. സോളിഡ് എന്ന് പറയുമ്പോൾ സിമെൻറ്റ് കട്ട ആയതുകൊണ്ട് നമുക്ക് സാധാ ആണി വാങ്ങിച്ച് വളഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ ആണിയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീലിൻ്റെ ആണി തന്നെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ജംഗ്ഷൻ ബോക്സുകളായിട്ട് ഉപയോഗിക്കുന്നത് 6-4 ബോക്സ്, 4-4 ബോക്സ്. ഇത് 4-4 ബോക്സാണ്, മറ്റേത് 6-4 ബോക്സാണ്. 4-4 ബോക്സ് 3 1 ഇഞ്ച് പൈപ്പ് നമുക്ക് എല്ലാ സൈഡുകളിലും കയറ്റാൻ പറ്റും. അതായത് 3 1 ഇഞ്ച് പൈപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ സൈഡിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ 12 പൈപ്പ് നമുക്ക് എല്ലാ സൈഡും കൂടി 4 സൈഡും കൂടി കൊടുക്കാൻ സാധിക്കും. ഇതിലാകുമ്പോൾ വൺ സൈഡ് നമുക്ക് ഇപ്പോൾ 25 വേണ്ട, വ്യത്യാസം കാണിച്ചു തരാം. 6-4 ബോക്സാണ്, 6-4 എന്നാണ് പറയുന്നത്. 6-4, ഇത് 4-4, ഇത് 6-4, വലിപ്പം വ്യത്യാസമുണ്ട്. ഇത് 5 1 ഇഞ്ച് പൈപ്പ് നമുക്ക് വൺ സൈഡ് കൊടുക്കാൻ സാധിക്കും. 5 25 mm പൈപ്പ് നമുക്ക് വൺ സൈഡ് കൊടുക്കാം. ഇവിടെ നമുക്ക് 3 കൊടുക്കാം, അവിടെ 3 സൈഡ് കൊടുക്കാം. ഇപ്പുറത്ത് നമുക്ക് 5 പൈപ്പ്, 5 5 10, 10ഉം പിന്നെ 3 സൈഡും കൂടി 6, 16 പൈപ്പ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് 12 പൈപ്പ് 6-4 നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ 6-4 വണ്ണം കൂടുതൽ പൈപ്പ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻസുലേഷൻ ടൈപ്പ് എന്തിനാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്. നമുക്ക് ഇതിൻ്റെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെൻഡുകളാണ് ചില പോയിന്റുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തുമ്പടിച്ച് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ക്ലിയർ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ ബോക്സ് വെച്ചതിന് ശേഷം പൈപ്പുകൾ അടിച്ചിരിക്കുന്നതാണ്. അതായത് 20 പൈപ്പുകളും 25 mm പൈപ്പുകളും 2 പൈപ്പ് അടിച്ചിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് SS-ൻ്റെ ബോക്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണി വെച്ചിട്ടാണ് പൈപ്പുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ പൈപ്പ് വളരെ ഫ്രീ ആയിട്ട് കിടന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേക്കുന്ന സമയത്ത്, പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിങ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ പൈപ്പുകളും കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കണം. അതായത് ആണി ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ചിരിക്കണം. ആണി അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പൈപ്പ് പൊട്ടിപ്പോവാതെ നോക്കണം. കാരണം പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ പരിക്കൻ കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വയറ് വലിച്ച് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആണി അടിക്കുമ്പോൾ പൈപ്പുകളെല്ലാം ക്ലിയർ ചെയ്ത് ഭിത്തിയുടെ അകത്തിരിക്കണം, കൺസീൽ ചെയ്തിരിക്കണം. കാരണം ആണി പുറത്തേക്ക് നിൽക്കാൻ പാടില്ല. ആണിയും അതുപോലെ തന്നെ കൺസീൽ ചെയ്ത് ഭിത്തിക്ക് പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ തേക്കുന്ന സമയത്ത് തടയാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ തേച്ച് കഴിയുന്ന സമയത്ത് ആണി അവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആണിയും അതെല്ലാം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം ചെയ്തത്. ജസ്റ്റ് നിങ്ങളെ കാണിച്ചാൽ ഇത് അതിൻ്റെ നമ്മൾ വയറിങ്ങിൻ്റെ ചെയ്യുന്ന സമയത്ത് ഭിത്തി പൊഴിച്ചതിന് ശേഷം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ചിപ്പ് ചെയ്ത് ഡ്രിൽ ഉപയോഗിച്ച്
ഉപയോഗിച്ച് ചിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതിപ്പോൾ 25 പൈപ്പാണ് 20 പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 25 പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1 ഇഞ്ച് പൈപ്പുകളാണ്. 25 ആണ് മെയിൻ. ചെറിയ സർക്യൂട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത് 20 പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. 20 വേണ്ട, ഇതെല്ലാം 20 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ചെറിയ ഏരിയ വരുന്ന സ്ഥലങ്ങളിലാണ്, ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയകളിലാണ് 20 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ സ്ഥലങ്ങളിലെല്ലാം 25, അതായത് നമ്മുടെ DBയിൽ നിന്ന് വരുന്നതെല്ലാം തന്നെ മെയിൻ സർക്യൂട്ടുകളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നത് 25 പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം തന്നെ ഇതുപോലെ കൺസീൽഡ് ചെയ്ത് അകത്ത് നിൽക്കണം, ഭിത്തിയുടെ അകത്ത് ചെയ്ത് കൺസീൽഡ് ചെയ്ത് നിൽക്കണം. അതാണ് ഏറ്റവും ഉത്തമം. കാരണം പ്രൊജക്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 പൈപ്പുകൾ ഏത് ബെൻഡാണ് നമ്മൾ കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത്, ബെൻഡിലൂടെയാണ്, പൈപ്പ് എൻ്റെ ഉള്ളിലൂടെയാണ്. ബെൻഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് വയർ വലിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് കാര്യം എന്തിനാണ് കൊടുക്കണമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ലൈറ്റ് പോയിൻ്റ് വരുന്ന സ്ഥലത്ത് കണ്ട, ഇതൊരു ലൈറ്റ് പോയിൻ്റാണ് വരുന്നത്. അവിടെ നമ്മൾ ബെൻഡ് വെച്ചതിന് ശേഷം നമ്മൾ ടേപ്പ് അടിച്ചു. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കഴിഞ്ഞ് കഴിയുമ്പോൾ ചേര കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് ലൈറ്റിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് അതിൻ്റെ ബാക്കിൽ മറഞ്ഞു പോകുന്ന രീതിയിൽ നീറ്റായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നീറ്റായിട്ട് വയർ പോലും കാണാത്ത രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് പോയിൻ്റ് എവിടെയൊക്കെ വരുന്നുണ്ടോ ആ രീതിയിൽ നമുക്ക് ഇതുപോലെ ബെൻഡ് വെച്ച് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ പുറം സൈഡുകൾ, വീടിൻ്റെ പുറത്ത് സൈഡുകളിൽ നമ്മൾ ലൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 4 ബോക്സ് വയ്ക്കാതെ നമുക്ക് പൈപ്പ് മാത്രം ഇതുപോലെ പുറത്ത് കടത്തിയിടുകയാണെങ്കിൽ ഹോൾഡറൊക്കെ വയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് മൂടി പോകാനും കാര്യങ്ങളൊക്കെ സാധിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. 20 പൈപ്പുകളും 25 പൈപ്പുകളും. നമുക്ക് ISI പൈപ്പുകൾ, നോർമൽ പൈപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ISI ഭിത്തിയുടെ അകത്തിടുന്ന പൈപ്പുകൾ നമുക്ക് ISI വേണമെന്ന് നിർബന്ധമില്ല. ഇനി നിർബന്ധമാണെങ്കിൽ തന്നെ മീഡിയം ISI വാങ്ങിക്കാൻ കിട്ടും. നോർമൽ പൈപ്പ്, മീഡിയം ISI നമുക്ക് കിട്ടും. ISI പൈപ്പുകൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വാർക്കയുടെ മുകളിലാണ്, സീലിങ്ങിൻ്റെ, അതായത് സീലിങ്ങിൻ്റെ അകത്ത് വരുന്ന വാർക്ക ചെയ്യുന്ന സമയത്താണ് ആ സമയത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം പൊട്ടാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകളിൽ ഉപയോഗിക്കുമ്പോൾ ISI പൈപ്പ് തന്നെ ഉപയോഗിക്കണം. അല്ലാത്ത സ്ഥലങ്ങളിൽ ഈ ഭിത്തിയുടെ അകത്തൊക്കെ പോകുന്നത് നമുക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് നോർമൽ പൈപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ISI, അതായത് മീഡിയം ISI വേണമെങ്കിൽ ഉപയോഗിക്കാം. 3 ടൈപ്പുള്ള പൈപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മുടക്കുന്നതിന് താല്പര്യക്കുറവ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ISI തന്നിട്ട് പണിയാം. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പൈപ്പുകൾ എന്തായാലും ഹൈ ക്വാളിറ്റി പൈപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അത്രയും എഫക്റ്റ് കാര്യങ്ങൾ കൂടുതലായിരിക്കും. നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അടുത്ത ടൂൾസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലേഡാണ്. ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ്, ഹാക്സോ ബ്ലേഡ് എന്ന് പറയും. ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പൈപ്പ് എല്ലാം കട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. പൈപ്പ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാക്സോ ബ്ലേഡ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു വയറിങ്ങിൻ്റെ സമയത്താണെങ്കിൽ എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ബെൻഡുകൾ എവിടെയെല്ലാം ഉപയോഗിക്കണം, ഏതൊക്കെ പൈപ്പുകൾ, ഇൻസുലേഷൻ ടേപ്പ്, ആണിയൊക്കെ എങ്ങനെ അടിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. വീണ്ടും ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.